ഹേ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു പുട്ടും കട്ടനും കുടിച്ചിട്ട് വന്നാലോ. ഖത്തറിൽ സൽവാർ റോഡിനടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് രക്ഷയില്ലാത്തൊരു ആംബിയൻസാണ്. നല്ല ഒരു സൂത്തിങ് എൻവിറോൺമെൻ്റ് ആണ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളവിടെ പോയി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് റൂം തന്നെ കിട്ടി ഗായ്സ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്കായിട്ട് തരുന്നത് കട്ടൻ ചായയാണ്. നമ്മുടെ സുലൈമാനി ഗായ്മാൻ കിരണിനൊപ്പം ജിംഷ. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ പോയത് ആർക്കും ഇഷ്ടപ്പെടുന്ന സൂപ്പിലോട്ടാണ്. യൂഷ്വൽ ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ നോർമലി ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അതിനകത്തുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ക്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസാണ് ഓർഡർ ചെയ്തിട്ട്, പിന്നെ വരിയായിട്ട് നമ്മുടെ പുട്ടുകുട്ടികൾ നിരനിരയായിട്ട് വന്ന് ഗൈസ്. അതിൻ്റെ കൂടെ നല്ല ചൂട് മീൻകറിയും കൂടെ ഞങ്ങൾ തട്ടി അങ്ങോട്ട് അടിച്ചു. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, അവർ നമുക്ക് ഈ തേങ്ങാപ്പാലില്ലേ അതുകൂടെ തരും. അതുകൂടെ ഒഴിച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട് വേണം കൂട്ടി കഴിക്കാൻ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ കാട മുട്ടയോടെ നമുക്ക് കാട ചിക്കൻ കറിയും അവിടെ നിന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഖത്തറിലുള്ളവർക്ക് ഇവിടെ നിങ്ങൾക്ക് പോയി പുട്ട് ഇഷ്ടമുള്ളവർക്ക് പോയി ട്രൈ ചെയ്യാവുന്നതാണ്. റെസ്റ്റോറൻറ്റ് കട മറക്കണ്ട, പുട്ടും കട്ടനും. ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടുത്തെ ഫുഡൊക്കെ. അവസാനം ഞങ്ങൾ ഒരു ലൈം ജ്യൂസും ക്യൂവിനൊരു ഐസ്ക്രീം ഫ്രീ ആയിട്ടും കൂടെ കൊടുത്തായിരുന്നു അവർ കേട്ടോ. അതോടെ ആയിട്ട് കലാസ്.